എൻ്റെ പൊന്നെ എന്തോ ഒരു കരച്ചിലായിരുന്നു അന്തം സിബിൻ ഫാൻസ് എല്ലാം കൂടെ. എന്തായാലും അവർക്കെല്ലാം സന്തോഷിക്കാനുള്ള വക ലാലേട്ടൻ നാളത്തേക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ന്യൂ പ്രൊമോ വന്നിട്ടുണ്ട്. അല്ല അടിപൊളി പ്രൊമോയാണ്. അതായത് സിബിൻ ഫാൻസിനെല്ലാം സന്തോഷിക്കാം കേട്ടോ. അതായത് ജാസ്മിൻ്റെ ഹൈജീൻ പ്രശ്നം ലാലേട്ടൻ എടുത്തു പറയുന്നു. എനിക്ക് തോന്നുന്നു നാളത്തെ ദിവസം മൊത്തം ജാസ്മിനുള്ള ദിവസമാണെന്ന് തോന്നുന്നു. ജാസ്മിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. അതായത് ജയിലിൽ കിടന്നുള്ള പ്രശ്നങ്ങൾ, ജയിലിൽ അനാവശ്യമായ സംസാരങ്ങൾ, എല്ലാവരുടെ അടുത്തും പേര് വിളിച്ച് സംസാരിക്കുക, പിന്നെ അനാവശ്യമായ വിസിറ്റിങ്, അതൊക്കെ ചർച്ച ചെയ്യുന്ന ആളാട്ടോ. അപ്പോൾ എന്തായാലും നാളെ ജാസ്മിനുള്ള പൊരിപ്പും വറുപ്പും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പം സിബിൻ ഫാൻസിനെല്ലാം നാളെ സന്തോഷിക്കാം. ഇന്ന് കണ്ണീർ വാർത്ത് കരഞ്ഞവർക്കെല്ലാം നാളെ സന്തോഷത്തോടെ കിടന്നുറങ്ങാം. എന്തായാലും ജാസ്മിനെ പൊക്കി പറഞ്ഞേ പിന്നെ ബിഗ് ബോസ് കൊള്ളില്ല, ലാലേട്ടൻ കൊള്ളില്ല, എന്തൊക്കെയായിരുന്നു മേളങ്ങൾ, അങ്ങനെ പറഞ്ഞവരെല്ലാം നാളെ മാറ്റിപ്പറയും. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിപ്പറയുന്ന ഇവരുടെയൊക്കെ അവസ്ഥയും ഇവരുടെയൊക്കെ ചിന്താഗതി എന്തൊക്കെയാണെന്നുള്ള ഓർത്ത് സത്യം പറഞ്ഞാൽ ചിരി വരുവാണ്. ഒരു ബിഗ് ബോസ് ഷോയുടെ പേരിൽ ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു ഹോസ്റ്റ് ലാലേട്ടൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നു. അതിൽ ബഹുഭൂരിഭാഗവും ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ലാലേട്ടൻ പറയുന്നത് അല്ലേ. എന്നിട്ട് ലാലേട്ടനെ ചീത്ത വിളിക്കുന്നത്, ബിഗ് ബോസിനെ ചീത്ത വിളിക്കുന്നത്, ബിഗ് ബോസ് അണിയറ പ്രവർത്തകരെ ചീത്ത വിളിക്കുന്നത്, ആരാണ് ഈ ഷോ ഡയറക്ടറെ നോക്കുന്നു, അയാളുടെ ജാതി മതവും നോക്കുന്നു, എന്തൊക്കെ നോക്കി ചീത്ത വിളി. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഇത് ബിഗ് ബോസ് ഷോയാണ്. ഞാൻ മനസ്സിലാക്കിയ ഷോ എന്ന് പറയുന്നത് അവർക്ക് എന്താണ് ഫെയർ എന്ന് തോന്നുന്നത് അതേ രീതിയിലാണ് അവർ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. ബഹുഭൂരിഭാഗം പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഒന്നും പറയാതെ നിന്നിരിക്കാൻ ഒന്നും പറ്റത്തില്ല. കാര്യം അവർക്കൊരു ഷോയ്ക്ക് ഒരു മാനേഴ്സ് ഉണ്ട്, ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഒരുപാട് പേര് ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതുകൊണ്ട് അവർ കാണിക്കുന്ന തെറ്റെല്ലാം അംഗീകരിച്ച് കൊടുക്കണമെന്ന് പറയുന്നത് അത് അത്ര ന്യായമായിട്ട് തോന്നുന്നില്ല അല്ലേ. ഇപ്പോൾ ഇന്നലെ മൊത്തം അതായത് ഇന്ന് മൊത്തം നമ്മുടെ സിബിന് വയർ നിറച്ച് കിട്ടി. കാര്യം അത് സിബിന് ഗുണമേ ഉണ്ടാകത്തുള്ളൂ. സിബിൻ്റെ ഗെയിമിന് മാറ്റം ഉണ്ടാവും. സിബിൻ ഒരു ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു. സിബിൻ വലിയ സംഭവമാണ്, ഞാനാണ് ഇവിടെ എല്ലാവരും നയിക്കുന്നതെന്ന്. അതൊന്ന് ഒടിച്ചു കൊടുത്തു. ബിഗ് ബോസിന് വേറെ ചോദ്യം ചേർക്കുമായിരുന്നു, അത് ഓഫ് ചെയ്യ്, ഇത് ഓഫ് ചെയ്യ്, കഥവ് തുറക്ക്, കഥവ് പൂട്ടെന്ന് പറഞ്ഞുകൊണ്ട്. ആ പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് സിബിന് കൊടുക്കാനുള്ള കൊടുത്തത്. മാത്രമല്ല സിബിൻ്റെ ഗെയിം എന്താണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിയും വേണ്ടത്. കാര്യം മറ്റുള്ള എല്ലാവരെയും കൂട്ടി നിർത്തിക്കൊണ്ട് ജാസ്മിനും ഗബ്രിക്കും എതിരെ കളിക്കുക, എന്നിട്ട് മറ്റുള്ളവരുടെ ഗെയിം പൊളിക്കുക, അവർക്ക് ഗെയിം ഇല്ലാതാക്കുക, ഗെയിം പിന്നെ ഉള്ളത് മൊത്തം സിബിനാക്കുക. ഇതായിരുന്നു പദ്ധതി. ഇത് മനസ്സിലാക്കണം ഇനി നമ്മുടെ ജിൻഡോ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാവരും ആണെങ്കിലും. അതിനും കൂടിയാണ് ഇന്നലെ ലാലേട്ടൻ ആ കുറേ കാര്യങ്ങൾ എടുത്ത് കാണിച്ചു കൊടുത്തത്. മാത്രമല്ല ഇനി നാളെ നമ്മുടെ ജാസ്മിൻ്റെ ഹൈജീൻ പ്രശ്നം, ബാത്റൂമിൽ ചെരുപ്പില്ലാതെ കയറുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു നാളത്തെ ജിൻഡോയെ വിളിച്ച കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചോദിക്കും. പിന്നെ ജയിലിൽ കിടന്ന കാര്യങ്ങൾ ചോദിക്കാറുണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ജാസ്മിൻ്റെയും. അതെല്ലാം കൂടെ എന്തായാലും അക്കമിട്ട് ഓരോന്നായിട്ട് ജാസ്മിനും കൊടുക്കും വയർ നിറച്ച്. അപ്പോൾ ഇന്നിപ്പം കരഞ്ഞവർക്കെല്ലാം നാളെ കൂടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം കേട്ടോ. നമുക്ക് നോക്കാം ഇനി നാളെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.